ഒന്ന് സ്റ്റോപ്പ് ആക്കണേ. ചേട്ടാ, ഈ ഹൗസ് കേരള എവിടെയാ? എന്ത്? കേരള ഹൗസ്. ഓ, ആ ചെക്ക് പോസ്റ്റ് നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞ ഇടതുവശത്ത് കാണുന്ന വീടാ. നന്ദി. ശരി, ഞാൻ മിന്നാന്ന് വരും. അപ്പൊ ഒരു ചായ വാങ്ങിച്ചു തരാം. மம்மி நீங்க உட்காருங்க. நீங்க எல்லாம் சாப்பிடுங்க, நான் அப்புறமா சாப்பிட்டுக்கிறேன். சாப்பிடாதே பொண்ணுங்களே, சாப்பிடாதே. ஓகே, சாப்பிடு சாப்பிடு. யாரா நீ? பைத்தியக்கார மாதிரி இருக்கு. ஐயா, எல்லாம் நீ என்ஜாய் பண்ற. இவ பிச்சைக்காரன்டி, ஒரு வருஷமா சாப்பாடே காணாம போயிருக்கு. போ போ போ. இனி ஞான் யாருன்னு சொல்றேன். அதான் உன்னோட பேரா? என் பேரு கண்ணப்பன். எல்லாரும் என்ன டெஸ்டர் கண்ணப்பன் என்று விളിക്കും. இனி முதல் நீங்க என்ன சாப்பிடுறதுக்கு முன்னாடி நான் சாப்பிட்டுட்டு விஷோ கிஷோ இல்லன்னு உறப்பு வருத்தணும். എന്നിട്ട് தான் நீங்க சாப்பிடணும். ஏன் எதுக்கு சொல்றேன். கல்லு வாதுக்கள் தெரியுமா? இதுக்கு முன்னாடி அங்கதான் எனக்கு டியூட்டி. சாராய டெஸ்டர். ஒரு நாள் நான் லீவ் எடுத்தപ്പോൾ அங்கே சத்தது 40 பேர், கண்ணு போகுது 30 பேர். என் அப்பன் தான் വൈപ്പിങ്കറിലെ ടെസ്റ്റർ ആയിരുന്നത്. അപ്പന്റെ 4ാമത്തെ കല്യാണത്തിന് അപ്പൻ 2 ദിവസം ലീവ് എടുത്തപ്പോൾ അങ്കയും 100 പേര് വടിയായി 150 പേരുടെ കണ്ണിന്റെ ഫീസ് പച്ച്. നിന്റെ കഥയൊന്നും ഇവിടെ ആർക്കും കേൾക്കണ്ട. അത് നീ പുറത്തിറങ്ങ. நீங்க என்ன சொன்னாலும் ഞാൻ போக மாட்டேன். அந்த பெரிய தேவர் சார் தான் என்னை இங்கே அழைச்சது. ഹലോ, വന്നു. ഓ அப்படியா? ശരി பெரியப்பா. இந்த உலகத்தில் 24,000 விஷம் இருக்கு. பட்டி விஷம், பூச்ச விஷம், பாம்பு விஷம், ஆன விஷம், ஆடு விஷம், எலி விஷம், டெலிவிஷன், காதல் விஷம், கை விஷம், மூக்கில் விஷம், വയറിൽ விஷம், നെഞ്ചിൽ விஷம். ഇതിലേത് വിഷമായാലും എനിക്ക് കേൾക്കാതെ. ഞാൻ സാപ്പിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് എന്റെ നഗരിലെല്ലാം നീല നിറം വന്നാൽ സാപ്പാടിൽ കണ്ടിപ്പാ വിഷം ഇருக்கு. മാമി, ഇഡ്ലി കിഡ്ലി, സാമ്പാർ കീമ്പാർ, ചട്നി കിഡ്നി, വടക്കിടை ഇവയിലൊന്നും വിഷമില്ല. ധൈര്യമായി താങ്ങിക്കോ. நாங்க பின்ன சாப்பிட்டுக்கலாம். இனி இത്രയല്ലേ ഉള്ളൂ. അത് നീയെ സാപ്പിട്ടുക്കോ. നോ താങ്ക് യു. ഞാൻ പോരുന്ന വഴി ഹോട്ടലിൽ നിന്ന് 2 പൊറോട്ടയും ഒരു ചായയും കഴിച്ചു. ഇനി നീങ്ക പച്ചത്തണ്ണി കുടിക്കണ കൂടി ഞാൻ കുടിച്ച് പാത്തക്കപ്പുറം താൻ കുടിക്കണം. പിന്നെ ഒന്ന് കിടക്കണമല്ലോ. അപ്പോ ഇന്ന് തിരിച്ചു പോണില്ലേ? എവിടെ പോവാൻ? നിങ്ങൾ ഇവിടെ എത്ര ദിവസം ഉണ്ടോ അത്രയും ദിവസം ഞാൻ അവിടെ നിക്കണമെന്നാ പെരിയ തേവർ സാർ പറഞ്ഞിരിക്കുന്നത്. നോക്ക്, இங்க இருக்கிறதே ஒரே ஒரு பெட்ரூம் தான். அதுல நாங்க 4 பேர் கிடக்கிறதே கஷ்டம். കുഴപ്പമില്ല, നിങ്ങൾ 4 പേരുടെ കൂടെ അതിന്റെ ഓർത്ത് ഞാൻ കിടന്നോളാം. എന്നൊരു സ്ത്രീയായി കണ്ടോളൂ, എനിക്ക് വിരോധമില്ല. ஐயா, வந்திருக்கிற ஒரு ஸ்திரீ லோலன் தான். வெளியில அம்மி கிடக்கிற வராந்தா ஒண்ணு இருக்கு, அங்க போய் கிடக்கு. ഓ, മമ്മി വരാന്തയിലാണ് കിടക്കുന്നത്. മമ്മി എങ്കിൽ മമ്മി. മമ്മി കാണാൻ എങ്ങനെ സുന്ദരിയാണോ? എന്റെ മോന്തക്കിട്ട് മമ്മിയല്ല, അരക്കിற അമ്മി. അരക്കണ അമ്മി മനുഷ്യനെ വെറുതെ കൊതിപ്പിച്ച്. ഉച്ചയൂണിന് മുമ്പ് വിളിക്കുമോ ടെസ്റ്റിങ്ങിനെ? അവളുമാരൊരു അമ്മി. കണ്ടോ, നിന്നെ കാണാതിരിക്കാൻ ഞാൻ എന്താ കുരുടനാ? എന്നെ അല്ല, അപ്പുറത്തൊരു പാണ്ടി പോലീസിനെ പ്ലാവലെടുത്ത് പൊക്കുന്ന പോലെ അമ്മിക്കല്ലെടുത്ത് ഇങ്ങനെ പൊക്കിയത്. ഇത് പാണ്ടി പോലീസ് അല്ലടാ, ഗുണ്ട. ഉണ്ണാൻ സമയമായിട്ടില്ലല്ല. ഗുണ്ടോന്നല്ല, ഗുണ്ടാന്നാ പറഞ്ഞത്. വില്ലുപുരത്തൊരു ദാതയുണ്ട്, കാളിമുത്തു. ഉരലെടുത്തൊറ്റക്കൈ കൊണ്ട് അമ്മാനമാടലാണ് അയാളുടെ ഹോബി. സംശയിക്കേണ്ട, ഇവൻ കാളിമുത്തുവിന്റെ ശിഷ്യനാ. തടിയുണ്ടെങ്കിൽ പുല്ലെങ്കിലും പറിച്ചു തന്നെ. വല്ലപ്പ എന്റെ ജെട്ടി കണ്ടടാ? ഞാൻ എടുത്തൊന്നുമില്ല, എനിക്കത് പാകാകയില്ല. പിന്നെ ഇതെവിടെ പോയി? ഈ ലൊക്കാലിറ്റി എവിടെ ഉണ്ട്, അതിന്റെ മണമല്ലുണ്ട്. അത് അടുത്ത വീട്ടിൽ ഉണക്കുകയും വറക്കണമാണോ? പിന്നെ ആ ഷാട്ടിക്ക് ഇത്ര നല്ല മണോ? വല്ലപ്പ കിട്ടിയാ? അവൻ വരുന്നുണ്ട്. അയ്യോ,
ഓ സെറ്റപ്പ് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണല്ലേ മുങ്ങാൻ. പോവും പോവും. അല്ല ഇവർ ഈ ബാഗൊക്കെ ആയിട്ട് എങ്ങോട്ടാ ഈ യാത്ര? അത് അത് പറ. ഈ പെറുക്കാൻ നടക്കണ പാണ്ടികൾ എടുത്തോണ്ട് പോകണ്ടെന്ന് കരുതി സേഫ്റ്റി സൈഡിന് എടുത്ത് വെച്ചതാ. അതെ. നീ എന്താ ഈ കാണിക്കണേ? ഈ പെറുക്കാൻ നടക്കണ പാണ്ടികൾ വാതിലും പൊളിച്ച് വന്നാലാ? അപ്പൊ ഒന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ നിന്നെ വിളിച്ചോണത്തണ്ടേ? നീ എന്നെ വിളിച്ചാ മതി വല്ലപ്പ, ഞാൻ തുറന്നു തരാ. അല്ല വല്ലപ്പ വാതിലടച്ച് കൂട്ടി കട്ടിലും തള്ളി വെച്ച് അപ്പോഴാണ് അല്ല വല്ലവൻ കിടന്നുറങ്ങാൻ നോക്ക്. അല്ല ഇവൻ നമ്മളെ കൊണ്ടേ പോകുള്ളൂ. അവൻ വന്ന ഞാനില്ല. വരാന്തേക്ക് വരാന്ത ഒന്ന് ചുരുണ്ടുകൂടി ഉറങ്ങണം. നേരിവായേ. ഓ പായേ, നിന്നോട് ചുരുണ്ടുകൂടാനല്ല പറഞ്ഞത്, എനിക്കിവിടെ ചുരുണ്ടുകൂടി ഉറങ്ങണമെന്ന്. നേരെ കെടുക്കടി കള്ളി. ടെസ്റ്റർ കണ്ണപ്പനോടാ നിന്റെ കളി. പിന്നെ മനുണ്ട് പണ്ടാറും ചുരുണ്ടുകൂടി പോ വൃത്തിയേട്ട പായേ. ഇപ്പൊ ചുരുളൂല, പക്ഷെ കിടക്കാൻ പറ്റില്ലല്ലോ. ഇതങ്ങനെ നേരത്തെ ചെയ്താൽ മതിയായിരുന്നില്ലേ? ഇത് പണ്ടെങ്ങാൻ ചുരുണ്ടുകൂടി ചത്ത ഏതോ തമിഴന്റെ പ്രേതം ഈ പായ കൂടിയിട്ടുണ്ട്. ഏതായാലും ഞാൻ വെറുതെ വിടാന്ന് വെച്ചിട്ടില്ല. 18ാമത്തെ അടവ് അത് ഞാനൊന്ന് എടുക്കും. തീർന്നല്ല നിന്റെ അഹങ്കാരം. എനിക്കിനി സ്വൈരോട്ടൊന്ന് കിടന്നുറങ്ങണം. ഈശ്വരന്മാരെ രക്ഷിക്കണേ. நீ சொல்ல. എന്താ 3 പേര് ചേർന്ന ഒരു മീറ്റിംഗ്? மாமி, இன்னைக்கு அம்மாவாசி தானே? ஆமா, நான் மறந்தே போயிட்டேனே. മാമി തന്നെ சொன்னேன், അമാവാസിക്ക് പിറ്റേന്ന് രാവിലെ മാമി കൺ തുറന്ന് മന്ത്രം ചൊല്ലി ആര് നോക്കിയാലും இந்த வீடு நாடும் விட்டே போயிடுமெന്ന്. ஆஃப் கோர்ஸ், என் நட்சத்திரம் அவ்வளவு பயங்கரமானது. இந்த மாதிரி கோடியில ஒரு ஆளுக்கு தான் அந்த பாக்கியம் கிடைக்கும். ஏதோ கடவுள் புண்ணியத்துல எனக்கு அந்த பாக்கியம் கிடைச்சிருக்கு. அந்த நட்சத்திரத்தோட எஃபெக்ட் ഞങ്ങൾക്കൊന്ന് കാണണം മാമി. അതെ, കേരള പോലീസിനെ കൊണ്ട് നടക്കാത്ത കാര്യം മാമി നടത്തണം. அந்த மலையாளிகள் இந்த ஊரை விட்டு ஓடணும். ആ മാമി. ஓகே, நான் ட்ரை பண்றேன். அப்படி சொல்லாதீங்க, செய்தே பറ്റൂ. അങ്ങനെയാ പറഞ്ഞിരുங்க. ஓகே, நாளைக்கு காலையில எந்த கண்ணோட பவர் என்னன்னு நான் அவங்களுக்கு காணிச்சு கொடுக்கறேன். ஓகே.